തന്റെ ഡിസൈൻ ആധാർ ലോഗോയായി തിരഞ്ഞെടുത്തതിൽ സന്തോഷത്തിലാണ് തൃശൂർ ചാലക്കുടി സ്വദേശി അരുൺ ഗോകുൽ. 875 മത്സരാർത്ഥികളിൽ നിന്നാണ് അരുണിന്റെ ഡിസൈൻ തിരഞ്ഞെടുത്തത്. അവസാന നിമിഷമാണ് താൻ ലോഗോ തയ്യാറാക്കി അയച്ചതെന്ന് അരുൺ ഗോകുൽ 24നോട് പറഞ്ഞു. ഇന്നലെയാണ് ആധാറിന്റെ ലോഗോ പ്രകാശനം ചെയ്തത്. ഉദയ് എന്ന പേരിൽ ലോഗോ പ്രകാശനം ചെയ്യുകയായിരുന്നു. 875 പേരായിരുന്നു അത്തരത്തിലൊരു ലോഗോ തയ്യാറാക്കി ഈ ഡിസൈൻ അയച്ചത്. അതിൽ നിന്ന് തെരഞ്ഞെടുത്ത ലോഗോയാകട്ടെ തൃശൂർ ചാലക്കുടി സ്വദേശിയുടേതാണ്. അരുൺ ഗോകുൽ എന്ന പേര് കേട്ട് പലരും ആ അരുണിനെ തിരഞ്ഞു. ഇന്നലെ രാത്രിയോടുകൂടി നമുക്ക് അരുണിനെ കണ്ടെത്താനും സാധിച്ചു. ആ സന്തോഷമൊക്കെ അരുൺ പങ്കുവച്ചതാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം വീണ്ടും അരുൺ ചേരുകയാണ്. ഇന്നലെ രാത്രി എന്തായാലും ഈ വാർത്തയൊക്കെ വന്നതിന് ശേഷം ഒത്തിരി കോളുകളൊക്കെ വന്നു. എന്താ ആളുകളുടെ ഒരു പ്രതികരണമൊക്കെ? സത്യം പറഞ്ഞാൽ ഗിഫ്റ്റോ ഇത് കാര്യങ്ങളോ പ്രതീക്ഷിച്ചില്ല. ജസ്റ്റ് ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് മാത്രമാണ് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷം. കൂടുതൽ എല്ലാവർക്കും ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. പെട്ടെന്നായതുകൊണ്ട് തന്നെ വലിയ ഡിസൈനിലേക്കൊന്നും പോയില്ല എന്ന് തോന്നുന്നു അല്ലേ? അവസാന നിമിഷമായിരുന്നു. അതെ, അവസാന നിമിഷമായതുകൊണ്ട് നമുക്ക് എന്താ പറയുക, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ഡിസൈനോ കാര്യങ്ങളോ ചെയ്യാൻ തോന്നിയില്ല. വളരെ സിമ്പിളായിട്ട് രണ്ട് കാര്യം എൻ്റെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തത്. ഒന്ന്, ചെറിയ കുട്ടികൾ തുടങ്ങി വളരെ പ്രായമായവർക്ക് വരെ ഇത് പെട്ടെന്ന് അവരുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യണം. നോർമലി ആധാർ എന്ന് പറയുമ്പോൾ ഒരു ഐഡൻറ്റിറ്റി കാർഡായിട്ടാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇനി തുടങ്ങി ഒരു മസ്കറ്റ് എന്ന രീതിയിൽ, അതായത് എല്ലാവരും യൂസർ ഫ്രണ്ട്ലി, ഫസ്റ്റ് എല്ലാവരും മൈൻഡിലേക്ക് എത്തണ ഒരു ഇത്, അതായത് ചെറിയ പിള്ളേർ തുടങ്ങി പ്രായമായവരുടെ വരെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു എംബ്ലം എന്ന രീതിയിലും വളരെ പ്ലീസിങ് നേച്ചർ വേണം. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് നോക്കിയത്. ഇങ്ങനെ ഇതിനെ അപേക്ഷിച്ചപ്പോൾ ആ സമയത്തല്ല മത്സരത്തിൽ ഇത് ഇങ്ങനെ അവരവിടെ നിന്ന് വിളിച്ചപ്പോഴാണ് ഇവൻ എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പടം കാണട്ടെ എന്ന് പറഞ്ഞാൽ അന്നേരം എന്നെ കാണിച്ചു തന്നത്. ആ പടം കണ്ടപ്പോൾ അതിൻ്റെ ഒരു ലുക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോഴൊക്കെ ഇങ്ങനെ നമുക്കായിരിക്കും അല്ലെങ്കിൽ ഇത് തിരഞ്ഞെടുക്കുന്നു ജസ്റ്റ് ഇതുവരെ അനൗൺസ് ചെയ്യുന്ന പോലും ഇല്ല. അതിൻ്റെ ലോഞ്ചിങ് പ്രോഗ്രാം ഞങ്ങൾ ഓൺലൈനിൽ കണ്ടു. അപ്പോൾ കാണുമ്പോഴും ഈ ലോഗോ അവർ എക്സിബിറ്റ് ചെയ്യുന്നത് പ്രൈസ് ഉള്ളത് ഇതായിരിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നേ ഇല്ല. കർട്ടൻ ഇങ്ങനെ നീങ്ങി വരുമ്പോൾ ഇത് കണ്ടപ്പോഴാണ് സർപ്രൈസ് ആയിപ്പോയത്. അവിടെ വെച്ച് നെറ്റ് കട്ടാവുകയും ചെയ്തു. ഉടനെ അവിടെ നിന്ന് കോള് വന്നു, ഇവനാണ് ഫസ്റ്റ് വിന്നർ എന്ന് പറഞ്ഞിട്ട്. എന്തായാലും അത് തന്നെയാണ് നാടിനാകെ അഭിമാനമാണ്. ഇപ്പോൾ അരുൺ ഗോകുൽ ഇവിടേക്ക് എത്തിയ ആളുകളുമായി സംസാരിക്കുമ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ്. തൃശ്ശൂരുകാരെ സംബന്ധിച്ചും ചാലക്കുടിക്കാരെയൊക്കെ സംബന്ധിച്ച് ഒരു അഭിമാന നിമിഷം എന്ന് പറയാം. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.